ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, നമ്മുടെ ലോസ് ആൻഡോസിൽ ഇപ്പോൾ ഭയങ്കര മോഷണമാണ്. നമ്മുടെ ബ്രദറിന്റെ ഒരു മഞ്ഞ സൂപ്പർ ഉണ്ടായിരുന്നു, നമ്മളത് പാർക്കിംഗ് ലോട്ടിൽ വെച്ചതാണ്. അവിടെ നിന്ന് ആരും കട്ടുകൊണ്ട് പോയി നമ്മുടെ വണ്ടിയുടെ പൊടി പോയില്ല കേട്ടോ. അപ്പൊ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയപ്പോ, കാരണം ഇപ്പൊ നമ്മുടെ ലോസ് ആൻഡോസിൽ ഇപ്പൊ ഫുള്ള് മോഷണമാണ്. നമ്മുടെ സൂപ്പർ കാർസിനെ ലക്ഷ്യമാക്കിയിട്ടാണല്ലോ എല്ലാവരും മോഷണം ചെയ്യണേ, മോഷണക്കാരട്ടാ. അപ്പൊ നമ്മുടെ വണ്ടികൾ ഇപ്പൊ കാണാൻ കിട്ടാറില്ല, കാരണം വീട്ടിൽ വെക്കാൻ പറ്റാത്ത കാരണമാണ്. കുറെ പേര് ബ്ലാക്ക് മണി ആയിട്ട് അല്ലെങ്കിൽ ടാക്സ് ഒക്കെ വെട്ടിക്കാൻ വേണ്ടിട്ട് മേടിച്ച വണ്ടി പാർക്കിംഗ് ലോട്ടിലാണ് വെക്കണത്, പക്ഷെ അവിടെ നിന്ന് അടിച്ചോണ്ട് പോവാണ്. അപ്പൊ അത് കാരണം ആൾക്കാർ ഇപ്പൊ സൂപ്പർ കാർസ് ഇപ്പൊ വിൽക്കാണ്. അത് കാരണം അവർക്ക് ഇപ്പൊ നല്ല പേടിയാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഇപ്പൊ പാർക്കിംഗ് ലോട്ടിൽ ഇപ്പൊ ഉപയോഗിച്ച് വേറെ ഏതോ സ്ഥലത്താണ് വെക്കണേ സൂപ്പർ കാർസ് ഒക്കെ. അപ്പൊ അവർക്ക് അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. നമുക്ക് പ്ലാൻ ഉണ്ടായില്ല കേട്ടാ. അപ്പൊ നമുക്ക് നല്ലൊരു ഡീലിന് നമുക്ക് ഈ വണ്ടി കിട്ടിയപ്പോ നമ്മള് മേടിച്ചതാട്ടാ. അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഡീലിനാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയത്. പിന്നെ ഓടിക്കാനും നല്ല നല്ല പവറുള്ള വണ്ടിയാണ്. അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് പറയട്ടെ. അപ്പൊ നമ്മുടെ ലോസ് ആൻഡോസിൽ ഭയങ്കര മോഷണമായ കാരണം എല്ലാരും ഇപ്പൊ പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും പെട്ടു ഇപ്പൊ ശരിക്കും, കാരണം നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സൂപ്പർ കാർ തന്നെയാണ്. അപ്പൊ നമ്മൾ എവിടെ പാർക്ക് ചെയ്യുന്ന അറിയില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മുടെ കയ്യിൽ വേറെ വണ്ടികളുള്ള കാരണം നമുക്ക് പുറത്ത് വെക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊന്നും കുറച്ച് പേരെ വണ്ടി ഇതുപോലെ മോഷണം പോയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ കാർസ് ഉള്ള ആൾക്കാരെ വണ്ടി മോഷണം പോയിട്ടുണ്ട്. ഇപ്പൊ സൂപ്പർ കാർസ് ലക്ഷ്യമാക്കിയിട്ടാണ് പോകണത്. അത് അവിടെ ഇവിടെ 24 മണിക്കൂറുള്ള പാർക്കിംഗ് ആണ്. ഇവിടുന്നും സൂപ്പർ കാർസിനെ ലക്ഷ്യമായിട്ട് ഇവിടുന്ന് ആൾക്കാരെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പൊ സൂപ്പർ കാർസ് ഒക്കെ കുറവാണ്. എന്നാലും എല്ലാവർക്കും നല്ല പേടിയുണ്ട് കേട്ടോ, എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. പോലീസുകാർക്കാണെങ്കിൽ ആകെ തലവേദനയായിട്ട് ഇരിക്കണം കേട്ടോ. ഈ സൂപ്പർ കാർസിന്റെ മോഷണമായ കാരണം എല്ലാരും പിടിച്ച് ശല്യപ്പെടുത്താണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ എല്ലാരോടത്തും വലിയ പ്രതികരണമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒന്നുകിൽ ലെസ്റ്ററിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ ലെസ്റ്ററിന്റെ വീടിന്റെ അവിടെ എന്തായാലും മോഷണമൊക്കെ കുറവാണ്, കാരണം അവിടെ സൂപ്പർ കാർസിന്റെ എണ്ണൊക്കെ കുറവല്ലേ. ചെറിയ കുടില് പോലത്തെ വീടുകളല്ലേ, കുടിലല്ല ചെറിയ ടൈപ്പ് വീടുകളല്ലേ. അത് കാരണം അവിടെ എന്തായാലും മോഷണങ്ങൾ കുറവാണ് സൂപ്പർ കാർസിന്റെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നമ്മുടെ ലെസ്റ്ററിന്റെ അവിടെ കൊണ്ടുപോയിക്കാട്ടാ, അല്ലാണ്ട് നമുക്ക് വേറെ രക്ഷയില്ല. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിന്റെ വീട്ടിൽ പോകട്ടാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനത്തെ ലെസ്റ്ററിന്റെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലെസ്റ്റർ കുട്ടന്റെ വീടിന്റെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പുറത്താട്ടാ, വഴി മാറിപ്പോയതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ലെസ്റ്ററിന്റെ അടുത്ത് പോയി നമുക്ക് കാര്യം പറയാം. നമ്മുടെ ഈ സൂപ്പർ കാർ ഇവിടെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മളിത് ലെസ്റ്റർ കൂട്ടറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ലെസ്റ്ററിന്റെ അടുത്ത് കാര്യം പറയാം, എന്താണ് പ്രശ്നമുള്ളത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ലെസ്റ്ററിന്റെ അടുത്ത് കാര്യം പറയാം. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ പറയുന്നത് ഇവിടെയും കുറെ പേര് വണ്ടി കട്ടുകൊണ്ട് പോകുന്നെന്നാണ് പറയണത് ഗൈസ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരു അടുത്തുള്ള വീടിന്റെ ആളുടെ റേഞ്ച് റോവർ കട്ടുകൊണ്ട് എന്നാണ് പറയണേ. അപ്പൊ ഇവിടെ സേഫ് അല്ല എന്നാണ് നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ പറയണേ. അപ്പോ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് നമുക്ക് എന്തായാലും ലെസ്റ്റർ അടുത്ത് ചോദിച്ചു നോക്കാട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്റർ പറയുന്നത് ഇപ്പൊ എല്ലാം നമ്മുടെ പാർക്കിംഗ് ഗാരേജ് പൂട്ടി വരാണ്. അപ്പൊ നിനക്ക് എന്തുകൊണ്ട് നിനക്കൊരു പുതിയൊരു പാർക്കിലോട്ട് തുടങ്ങിക്കൂടാന്നാണ് നമ്മുടെ ലെസ്റ്റർ പറയണത്. അപ്പൊ നീ തുടങ്ങുമ്പോ നീ തന്നെ റിസ്ക് എടുത്ത് ചെയ്യേണ്ടി വരും, പക്ഷെ നല്ലൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ ലോസ് ആൻഡോസിൽ കുറെ പേര് മോഷ്ടിക്കണ കാരണം, നമ്മുടെ സൂപ്പർ കാർസിനെ ലക്ഷ്യമാക്കി മോഷ്ടിക്കണ കാരണം എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞ് തുടങ്ങിക്കൂടാന്നാണ് പറയണത്. അപ്പോ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആയിരിക്കും, കാരണം നമുക്ക് പൈസക്ക് പൈസയാവും, നമുക്ക് അത്യാവശ്യം സൂപ്പർ കാർസും സേഫ് ആക്കാനും ഒരു ചാൻസ് കിട്ടും. അപ്പോൾ നമുക്ക് കള്ളന്മാർ വരികയാണെങ്കിൽ അവരും പിടിക്കാനുള്ള ചാൻസും കിട്ടും. അപ്പൊ ആരാണ് നമ്മുടെ കള്ളന്മാരെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ എന്തോ വലിയ ടീമാണ് നമുക്ക് ഈ സൂപ്പർ കാർസ് ഒക്കെ മോഷ്ടിക്കുന്നത് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ വലിയ ടീമുകളായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ബാങ്കിൽ പോയിട്ട് നമുക്ക് എന്തായാലും പൈസ റെഡിയാക്കാട്ടാ. പൈസ റെഡിയാക്കിയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ പ്ലാനൊക്കെ ഉണ്ടാക്കണം, നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ വേണം എന്നുള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ലെസ്റ്റർ കൂട്ടം നല്ല നല്ല ഐഡിയാസ് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ബാങ്കിലേക്ക് പോകാട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിതേ അങ്ങനെ നമ്മുടെ ബാങ്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് നമ്മുടെ പൈസ നമുക്ക് റെഡിയാക്കട്ടെ. ഇവിടെ പാർക്കിങ്ങും കുഴപ്പമില്ല തോന്നുന്നില്ല, എന്തായാലും ഫൈൻ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമ്മുടെ കയ്യിൽ പൈസയിലിരിക്കണേ. ഓക്കെ ഗൈസ്, നമ്മളിതേ അങ്ങനെ നമ്മുടെ ബാഗ് നിറച്ച് നമ്മളിതേ പൈസ ഇതാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു 12 ലക്ഷം മതി തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഗരാജ് അല്ലല്ലോ, സീക്രട്ട് പാർക്കിംഗ് പണിയാനായിട്ട്. അപ്പൊ നമ്മൾ എവിടെ പണിയുന്നുള്ളതിലാണ് സംശയം. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം പ്ലാനിങ് വേണം. നമ്മൾ എന്തായാലും ഒരു 12 ലക്ഷം രൂപ നമ്മളിപ്പോ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്, കാരണം എന്തായാലും പണിയാൻ നല്ലൊരു എമൗണ്ട് ആവും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും 12 ലക്ഷം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം പ്ലാൻ ചെയ്യാം എങ്ങനെ വേണം എന്നുള്ളത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീടിന്റെ മേലെ തന്നെ നമുക്കൊരു സീക്രട്ട് പാർക്കിംഗ് തുടങ്ങിയാലോ? അത് നല്ലൊരു ഐഡിയ ആണല്ലോ. അപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് അറിയാനും പറ്റൂട്ടോ, നമ്മുടെ വീടിന്റെ മേലെ തന്നെ നമുക്ക് ഓരോ തുടങ്ങാം. അപ്പൊ നല്ലൊരു ഐഡിയ ആണ് ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നിയൊരു ഐഡിയ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും
നമ്മുടെ ഈ വീടിന്റെ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു റോഡ് ഇത് ഇങ്ങനെ പണിയാട്ടാ. അപ്പോൾ ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മുടെ വീടിന്റെ മേലെ ഇങ്ങനെ നിൽക്കണം നമുക്ക് റോഡ് പണിയാം. പിന്നെ ഓക്കെ ഗൈസ് കണ്ട ഇങ്ങനെ മേലെ വന്നത് ഇങ്ങനെ നിൽക്കണ ഒരു റോഡ് പണിതാ സെറ്റ് ഔട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. പിന്നെ നമുക്ക് വേറെ പാർക്കിംഗ് ചെയ്യാൻ സ്ഥലമില്ലാത്ത കാരണം നമുക്ക് എന്തായാലും വീടിന്റെ മേലെ തന്നെ പാർക്ക് ചെയ്യാം. അപ്പൊ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ മേലെ തന്നെ. അപ്പൊ അത് നമ്മുടെ ഒരു നല്ലൊരു ഐഡിയ ആണ് നമുക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് കുറെ ബോർഡറൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം സെറ്റാക്കി എടുക്കാം. ഇവിടെ കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു വണ്ടി കയറാനും ഇറങ്ങാനൊക്കെ. എന്തായാലും വണ്ടിയുടെ അടിയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ടാവും. എന്തായാലും നമ്മള് വിലക്കുറവിനാണല്ലോ പാർക്കിങ് ചെയ്യുക, അപ്പൊ വലിയ കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ വണ്ടി സേഫ് ആയിരുന്നാൽ പോരെ. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്തായാലും സാധനങ്ങൾ പോയി എടുക്കാം. നമ്മുടെ കുറെ സാധനങ്ങൾ എന്തായാലും വേണ്ടി വരും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും വേഗം പോവാട്ടാ. പിന്നെ ഇത് പണിത് വരുമ്പോൾ നല്ല എമൗണ്ട് ആവുമെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുകൂട്ടാ. നമ്മുടെ കയ്യിൽ ഇപ്പൊ കറന്റ് ഇപ്പൊ ഒരു 12 ലക്ഷം രൂപ ഒക്കെ ഉണ്ട്. അപ്പോൾ അധികം വരില്ലാന്ന് തോന്നുന്നു എന്തായാലും. അപ്പൊ നമുക്ക് എന്തായാലും വേഗം പോവാട്ടെ നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക്. അപ്പൊ നമ്മൾ വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ അംഗമാവും. നമുക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഓരോരോ തെറ്റുകൾ കണ്ടുപിടിച്ച് വരുന്നുള്ളൂ. ഓക്കെ, നമ്മളിത് കൺസ്ട്രക്ഷന്റെ ഇത് ഇവിടെയാണ്. നമ്മൾ കുറെ നാളായിട്ട് ബീച്ചിലേക്ക് വന്നിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കൺസ്ട്രക്ഷന്റെ അവിടെ എത്തിയിട്ട് കാണാട്ടാ. സൈറ്റ് ഇവിടെ എവിടെയോ അടുത്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ അവരെ ഓഫീസിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെ ഓഫീസ് മാറ്റി ഇവിടേക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അകത്ത് കയറി കാര്യം പറയാം. ഓക്കെ ഗൈസ്, നമ്മളത് അങ്ങനെ അകത്ത് കയറി നമ്മൾ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോഡും ബാനറൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അഡ്വർടൈസ്മെന്റ് ബോർഡൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലല്ലേ ആൾക്കാർ വന്ന് നമ്മളെ കയറുള്ളൂ. അപ്പൊ നമ്മൾ ഫ്ലെക്സ് ഒക്കെ അടിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു 11 ലക്ഷം രൂപയാണ് നമ്മളതിൽ വന്നേ. അപ്പൊ നമ്മളതിൽ 1 ലക്ഷം രൂപ ബാക്കിയുണ്ട് കേട്ടാ. അപ്പൊ ഇപ്പൊ എല്ലാരും നമ്മുടെ ഗരാജിലല്ലേ ഗൈസ്, നമ്മുടെ പാർക്കിങ്ങിൽ വന്നിട്ട് നമ്മുടെ ഇത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമാനം ഔട്ടാ. കാരണം എന്തായാലും സൂപ്പർ കാർസ് കൊണ്ട് നമ്മുടെ അവിടെ പാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. കാരണം ഇവിടെ നിറച്ച് മോഷണം നടക്കണേ. അപ്പൊ നമുക്ക് എന്തായാലും എല്ലായിടത്തും അഡ്വർടൈസ്മെന്റ് കൊണ്ടേ കൊടുക്കണം കേട്ടാ. അപ്പൊ അതായത് നമ്മളിത് മൈക്കിൾ ചാന്റെ വീടൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ മൈക്കിൾ ചാന്റെ വീടാട്ടത്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സൂപ്പർ കാർസ് നമ്മുടെ അവിടെ പാർക്ക് ചെയ്യാൻ വരും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീടിന്റെ അവിടേക്ക് പോകട്ടാ. നമ്മളിത് വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വണ്ടി മാറ്റി വയ്ക്കാം. കാരണം നമ്മുടെ കൺസ്ട്രക്ഷനുള്ള സാധനങ്ങളൊക്കെ അവരെന്തായാലും അവിടെ കൊണ്ടുവയ്ക്കാം. അപ്പൊ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കൊണ്ടുവരിക്കുണ്ട ഗൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ കൺസ്ട്രക്ഷനുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ റോഡാട്ടത്. ഇത് എന്തായാലും ടെമ്പററി ആയിട്ട് ഇരിക്കും കേട്ടാ. അവരെ പിടിക്കണവരെയാണ്. നമ്മുടെ ലോസ് ആൻഡോസിലെ പോലീസ് എന്തായാലും വാക്ക് തന്നിട്ടുണ്ട്, അവരെ ഈ അടുത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയണേ. നമുക്ക് എന്തായാലും ടെമ്പററി ആയിട്ട് മതിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സൂപ്പർ കാറിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 5000 വെച്ച് മേടിക്കാട്ടാ. കാരണം എന്തായാലും സൂപ്പർ കാർ ഇപ്പൊ മോഷണം പോകുന്ന ടൈമല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ 5000 രൂപ പറഞ്ഞാലും ആൾക്കാർ ഇടായിരിക്കും. കാരണം സൂപ്പർ കാർസ് ഉള്ളവരൊക്കെ എന്തായാലും കോടീശ്വരന്മാരായിരിക്കും. അവർക്ക് നല്ല പേടി ഉണ്ടാവും. ഇത്ര കോടി അല്ലെങ്കിൽ ലക്ഷം രൂപയുടെ വണ്ടിയൊക്കെ മോഷണം പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല വിഷമം ഉണ്ടാവില്ലേ. അപ്പൊ അതേ നമ്മുടെ റോഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നു. നമ്മുടെ വണ്ടിയൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ പണിക്കാർ വരുന്നാണ് പറയണേ. അപ്പൊ ഇപ്പൊ ഇതിന്റെ പണി തീരുന്ന പറയണത്. നമ്മുടെ ആൾക്കാരൊക്കെ വന്നത് ചടപടെ എന്ന് പറഞ്ഞ സാധനം തീരൂട്ടാ. ഇതൊക്കെ ടെമ്പററി ആയിട്ട് വെക്കണ നമ്മുടെ പോലീസ് അവർ പിടിക്കണവരെ ഉള്ളൂട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ പണി കഴിഞ്ഞിട്ട് നോക്കാട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മുടെ ആൾക്കാർ പണി നമ്മളിപ്പോ പൈസ കൊടുത്ത് പോയുള്ളൂട്ടാ. അങ്ങനെ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ വണ്ടി ആദ്യം കയറ്റി വെക്കാട്ടാ. ഞാൻ ആദ്യം ഇത് പറഞ്ഞുതരാം. കേസ് നമ്മുടെ വണ്ടി ഇതിക്കോളം ഇങ്ങനെ കയറി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയറുണ്ടാ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടി തട്ടി. അപ്പോൾ ബാക്കിയുള്ള വണ്ടികളുടെ അടി തട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടാ. എന്തായാലും അടി തട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നോക്കി കണ്ടൊക്കെ പാർക്ക് ചെയ്തെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്ലോപ്പ് പോലെ പണിതാലോ ഗൈസ്. അതാവുമ്പോ വണ്ടികൾ കയറാനും ഇറങ്ങാനും എളുപ്പമാണല്ലോ. അപ്പോൾ വലിയ കുഴപ്പമുള്ള കാര്യമായിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി എക്സിറ്റ് പോകാനും നമ്മളൊരു വഴി സെറ്റ് ചെയ്യണമല്ലോ. ഓക്കെ, നമ്മുടെ വണ്ടി പറഞ്ഞു. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എക്സിറ്റ് പണിയെ വേണമല്ലോ. അയ്യോ, നമ്മള് ഇന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. അപ്പൊ നമ്മുടെ പണിക്കാരെ വിളിച്ച് നമ്മളിത് എക്സിറ്റ് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാനിടെ കാര്യം മറന്നുപോയി ചെയ്യട്ടാ. നമ്മുടെ അകത്തേക്ക് പോണ വഴിയും പുറത്തേക്ക് പോണ വഴിയും വേറെ ആക്കാനുള്ള കാര്യം പറയാൻ മറന്നുപോയി. അപ്പൊ നമ്മളിത് 2 വഴി ആക്കിയിട്ടുണ്ട്. എക്സിറ്റ് ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വഴി തന്നെയാണ് നമ്മൾ അങ്ങനെ നമ്മുടെ പാർക്കിങ്ങിന്റെ പണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഫ്ലെക്സ് അല്ല, ബോർഡർ ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെ ആര് കാണിച്ചിട്ടുണ്ട് മേലെ കൂടെ പോകാനുള്ളത്.
അപ്പോൾ നമ്മൾ റോഡിൻ്റെ പ്രശ്നം വരാത്ത രീതിയിലാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ നമ്മുടെ ഇവിടെ അത്യാവശ്യം സൈൻ ബോർഡും ലൈനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള കസ്റ്റമേഴ്സ് മാത്രം മതി. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.